ഹലോ, നമുക്കിതൊരു ട്വീസർ ഉണ്ടാക്കിയാലോ? അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് 2 ഐസ്ക്രീം സ്റ്റിക്സ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കാർഡ്ബോർഡ് പീസ് എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഒരു കോൺ ഷേപ്പിൽ എന്തായാലും ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിൻ്റെ ഒരു ഭാഗം മാത്രം കട്ട് ചെയ്തെടുക്കാൻ പറ്റുമോ? രണ്ടും ഒരുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഏത് ഭാഗത്താണ് ഒന്ന് കട്ട് ചെയ്യേണ്ടത് ഉള്ളത്. ഇത് സിസേഴ്സ് കൊണ്ട് കട്ട് ചെയ്താൽ തന്നെ മുറിയും. അപ്പോൾ എന്താ ഇതേപോലെ ഒരു കോൺ ഷേപ്പിലാണ് അത് കട്ട് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കട്ട് ചെയ്തിട്ടുണ്ട് 2 കോൺ ഷേപ്പായിട്ട് ഞാൻ കട്ട് ചെയ്യും. ഈ 2 നമുക്കൊന്ന് വേണമെങ്കിൽ കവർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ വാഷി ടാപ്പ് കൊണ്ട് വേണമെങ്കിൽ കവർ ചെയ്യാം, വേണമെങ്കിൽ ക്രയോൺ ചെയ്യാം, വേണമെങ്കിൽ ബ്രഷ് പെൻസിൽ സ്കെച്ച് അങ്ങനെ എന്ത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ബ്രഷ് പെന്നുകൊണ്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എളുപ്പപ്പണിക്ക് വേണ്ടി വേണമെങ്കിൽ വാഷി ടാപ്സൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനെന്താ റെഡ് കളറാണ് കൊടുത്തിട്ടുള്ളത് 2 അപ്പോൾ അതിന് ശേഷം നമ്മൾ ഒരു ചെറിയൊരു പീസ് പേപ്പർ എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കാം. എന്നിട്ട് ഈ ഒരു സ്റ്റിക്കിൻ്റെ കറക്റ്റ് ഒരു അളവിൽ നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്യാം. എത്ര വലിപ്പമില്ല വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ചെറിയ കഷ്ണമാക്കിയിട്ടുണ്ട് സ്റ്റിക്കിൻ്റെ അളവിൽ തന്നെ കേട്ടോ. അപ്പോൾ അതിലൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ സ്റ്റിക്കിലേക്ക് ഒട്ടിക്കുക. അതിൻ്റെ അപ്പുറത്തെ ഭാഗം അതേപോലെ തന്നെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു റബ്ബർ ബാൻഡാണ്. റബ്ബർ ബാൻഡ് നമ്മൾ പേപ്പർ ഒട്ടിച്ചതിൻ്റെ കുറച്ച് താഴെയുള്ള ജസ്റ്റ് താഴെ എത്താൻ ആ ഒരു ഭാഗത്തുനിന്ന് അവിടേക്കൊന്ന് ടൈറ്റാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ കറക്റ്റായിട്ടൊന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. ജ്യൂസർ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജ്യൂസർ എന്തായാലും വർക്കാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫൈനൽ ലുക്കിൽ കണ്ടാലോ. അത്രയുള്ള വീഡിയോ. ബൈ.